ആയിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. നമ്മുടെ ദൈവവിളികൾ, ഞാൻ ചാവറയച്ചനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, നമ്മുടെ മൽപ്പാന്മാരെ കുത്തിയിരുന്ന് ധൂപക്കുറ്റി വയ്ക്കാനും കണക്കെഴുതാനൊക്കെ പഠിപ്പിച്ച ഒരു പരിശീലനത്തിനപ്പുറത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെമിനാരി ഫോർമേഷൻ ഈ മാന്താനം കുന്നിലാണ് ആരംഭിച്ചതില്ലേ ഒന്ന്. ഇന്ന് നമ്മുടെ സെമിനാരി ഫോർമേഷനൊക്കെ വളരെ വളരെ വിൽപ്പത്തിയുള്ളതാണ്. ആ സെമിനാരി ഫോർമേഷൻ്റെ പിറകിൽ ചാവറയച്ചൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. എനിക്ക് ഈ കാഴ്ചപ്പാട് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് പരിഷ്കരിക്കാൻ ഇനിയും ചാവറ പിതാക്കന്മാർ ജനിക്കേണ്ടിയിരിക്കുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ സെമിനാരി ഫോർമേഷനും നമ്മുടെ റിലീജിയസ് ഫോർമേഷനും ഒക്കെ അക്കാഡമിക് ആയിക്കൊണ്ടിരിക്കുക. അതിൽ ജനങ്ങളില്ല, അതിൽ ജനങ്ങളുടെ ആവശ്യങ്ങളില്ല. കർത്താവ് മനുഷ്യനായി അവതരിച്ചു, മരക്കുരിശിൽ മരിച്ചു, ഉത്ഥാനം ചെയ്തു, ക്രിസ്റ്റോളജിയായി. പരിശുദ്ധാത്മ എഴുന്നള്ളി വന്നു, ന്യൂമറ്റോളജിയായി. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തെ പോകും, എസ്കത്തോളജിയായി. മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശീലനം ചാവറയച്ചൻ നമുക്കിട്ട അടിത്തറയിൽ നിന്ന് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളിലേക്ക് നമുക്ക് മാറ്റേണ്ടിയിരിക്കുന്നു. അഞ്ചാമതായിട്ട് മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. സീറോ മലബാർ സഭ മിഷന് വേണ്ടി ചെയ്തിട്ടുള്ള സങ്കടങ്ങൾ. 1962 ആദ്യം ചാന്ത വരുന്നത്. 5 രൂപതകൾ CMIക്കാരാണ് ഏറ്റെടുത്തത്. ചാന്ത, ആദിലാബാദ്, രാജ്കോട്ട്, ജഗദൽപൂര്, ബിജനോർ. നമുക്ക് 7 രൂപതകൾ കിട്ടി. അന്നൊക്കെ നമുക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ലത്തീൻ സഭയ്ക്ക് വേണ്ടി ജോലി ചെയ്യുകയല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് മിഷൻ പ്രവർത്തനം നടത്താൻ അവകാശമില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഞങ്ങൾക്ക് തുല്യ അവകാശം വേണം. മാർപ്പാപ്പ അതിന് തന്ന തീട്ടൂരമാണ് ശംഷാബാദ് രൂപത. തട്ടിപ്പിതാവിനെ കണ്ടു കഴിഞ്ഞ ഒരു പത്രാസൊന്നുമില്ല, നിങ്ങൾക്കറിയാം. പക്ഷെ ഞാനൊരു സത്യം നിങ്ങളോട് പറയട്ടെ, അഹങ്കാരമൊന്നുമല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മോഡി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൂപ്രകൃതിയുടെ മേലെ അധികാരമുള്ള മെത്രാൻ ഞാനാ. 33 സംസ്ഥാനങ്ങൾ, 4 യൂണിയൻ ടെറിട്ടറികൾ. എൻ്റെ രൂപത തീരുമാനിച്ചപ്പോൾ മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞെന്താണ്, ഓൾ ദ ടെറിട്ടറീസ് ഇൻ ഇന്ത്യ നോട്ട് യെറ്റ് ഇൻക്ലൂഡഡ് ഇൻ അതർ 30 ഡയസസ്. മറ്റ് 30 രൂപതകളിൽ പെടാത്ത ഇന്ത്യയിലെ എല്ലാ മുക്കും മൂലയും കോണും കൂട്ടിച്ചേർത്തിട്ടാണ് ശംഷാബാദ് തന്നിരിക്കുന്നത്. അത് തട്ടിൽ പിതാവിനെ തറവാട്ട് സ്വത്തായിട്ട്, ശ്രീധന സ്വത്തായിട്ട് തന്നതല്ല. സീറോ മലബാർ സഭ മിഷൻ പ്രവർത്തനത്തിന് കച്ചകെട്ടി ഇറങ്ങാൻ തന്നിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും സിസ്റ്റേഴ്സിനോട്, അച്ഛന്മാരോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, നമുക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു സമയത്ത് ലത്തീൻ സഭയോട് കൂടെ ചേർന്ന് നമ്മൾ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ട്. താങ്ക് ഗോഡ്, അത് വലിയൊരു കാര്യമാണ്. ഇന്ന് നമ്മുടെ രൂപതയ്ക്ക്, നമ്മുടെ സഭയ്ക്ക് ഇന്ത്യ മുഴുവനും വ്യാപിച്ച് ശുശ്രൂഷ ചെയ്യാൻ അവകാശമുണ്ട്. അതിൽ നിങ്ങൾ ഇടപെടണം. എല്ലാ കോൺഗ്രിഗേഷൻസും, എല്ലാ അൽമായരും ഇറങ്ങണം. മിഷൻ പ്രവർത്തനം നമ്മുടെ ഒരു പൊതു ധാരയായിട്ട് മാറണം. ഞാൻ ഈ ചാവറയച്ചൻ്റെ ഈ കബറിടത്തിൽ കുർബാന ചെല്ലുമ്പോൾ സെൻറ്റ് ജോസഫ്സ് പ്രോവിൻസ് തിരുവനന്തപുരം, കൽക്കട്ടയിലെ എൻ്റെ രൂപതയുടെ കൂടെ ചെയ്യുന്ന മിഷൻ പ്രവർത്തനങ്ങൾ ഏറെ നന്ദിയോടുകൂടെ ഞാൻ ഓർക്കുന്നു. കൽക്കട്ട പ്രോവിൻസ് അവിടെ ചെയ്യുന്ന ശുശ്രൂഷകൾ ശംഷാബാദ് രൂപതയ്ക്ക് ഒരു ശക്തിയാണ്. ഞാൻ പറയുന്നത്, ഇന്ന് നമുക്ക് ദൈവവിളികൾ കൂടുതലാണ്. ഞാൻ പട്ടം വാങ്ങിക്കുമ്പോൾ തൃശ്ശൂർ രൂപതയിൽ 160 അച്ഛന്മാരാ. ഈ കൊല്ലം ഞങ്ങൾക്ക് 13 പട്ടമുണ്ട്. എല്ലാം കൂടെ കൂട്ടുമ്പോൾ 443 അച്ഛന്മാരുണ്ട്. പള്ളി വർദ്ധിച്ചിട്ടില്ല, വെച്ചോടത്ത് തന്നെ പിന്നെയും വെച്ച് തേമ്പുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ അച്ഛന്മാരുടെ തീക്ഷ്ണതയിൽ ഒരു മാന്യം ഉണ്ടായിട്ടുണ്ട്. ആ മാന്യത്തിൻ്റെ കാരണം, അതിരമ്പുഴ പള്ളിയിൽ ഈ കൊല്ലം പട്ടം കിട്ടുമ്പോൾ 2 കൊച്ചന്മാരെ അവിടെ വെച്ചേക്കും, വേറെ എവിടെ വെക്കുക? അതുകൊണ്ട് ഇവിടെ വരുന്ന സർപ്ലസ് മെൻ ആൻഡ് മണി അത് മിഷനിലേക്ക് കൊടുക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ത്യ മുഴുവൻ വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ പറയും, നിങ്ങൾ കുറച്ച് പേരെ കേൾക്കുള്ളൂ, പക്ഷെ ഇത് ലൈവ് ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ കടുപ്പിച്ച് പറയുന്നതും, നമുക്ക് മിഷനിലേക്ക് പോകണം.
ഞാനൊരു കാര്യം കൂടി പറയാം. നിങ്ങളൊരു പെരുന്നാളിന് കെട്ടുന്ന അരങ്ങുണ്ടെങ്കിൽ ഒരു ഗ്രാമത്തിലെ മനുഷ്യർക്ക് മുഴുവൻ ആ കാശ് കൊണ്ട് വസ്ത്രം മേടിച്ചു കൊടുക്കാം. നിങ്ങൾ സൽക്കാരങ്ങൾ നടത്തിയിട്ട് വേസ്റ്റായിട്ട് കളയുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ നമുക്ക് തീറ്റിപ്പോറ്റാം. സ്നേഹമുള്ളവരെ, നമുക്ക് മിഷനിലേക്ക് കുറേ കൂടെ കാഴ്ചപ്പാടുണ്ടാകട്ടെ. നമ്മുടെ അയൽമായർക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സന്യസ്തർക്ക്. ഇവിടെ വെച്ചെടുത്ത് തന്നെ വെച്ച് ഇരുന്നാലേ നമ്മൾ അവസാനിക്കും, നമ്മൾ മുന്നോട്ട് പോകില്ല. മംഗലപ്പുഴ സെമിനാരിയും കർമ്മലഗിരി സെമിനാരിയും പണിതത് OCD-കാരാണ്, കർമ്മലിത്ത നവാറ പ്രൊവിൻസ്. ഞാനവിടെ ചെന്നപ്പോൾ അവിടുത്തെ വൈസി എന്ന അച്ഛന്മാരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ മിഷൻ്റെ തീക്ഷ്ണതയാണ് കർമ്മലഗിരിയും മംഗലപ്പുഴയൊക്കെ. ഞങ്ങളുടെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി മിഷനിലേക്കാണ് പോയത്. പിന്നെ ഞങ്ങൾക്ക് മിഷൻ്റെ ഇഷ്ടം കുറഞ്ഞു, ആർക്കും മിഷനിലേക്ക് പോകാൻ താല്പര്യമില്ല. ഇന്ന് ഞങ്ങൾക്ക് ദൈവവിളികളില്ല, ഞങ്ങൾ ക്യാൻസറിൻ്റെ 4th സ്റ്റേജിലാണ്. നമ്മുടെ മിഷൻ താല്പര്യങ്ങൾ കുറയുന്നത് സീറോ മലബാർ സഭയ്ക്ക് ക്യാൻസർ ബാധ ആരംഭിച്ചു എന്നതിൻ്റെ ഒന്നാമത്തെ അടയാളമായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് ചാവറയച്ചൻ്റെ ഈ കബറിടത്തിൽ അർപ്പിക്കുന്ന കുർബാനയിൽ എൻ്റെ പ്രാർത്ഥന, ചാവറയച്ചൻ സ്വപ്നം കണ്ട സീറോ മലബാർ സഭയുടെ മിഷണറി ചക്രവാളം നമുക്ക് ഏറ്റെടുക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെയും മാർ യോസേപ്പിൻ്റെയും മാധ്യസ്ഥവും ചാവറയച്ചൻ്റെ പ്രത്യേക സംരക്ഷണവും നമുക്കുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും